പാറ്റ്നയാണ് നാളത്തെ ശ്രദ്ധാകേന്ദ്രമായി മാറാൻ പോകുന്നത്. നാളെ വൈകിട്ട് 4 മണിക്ക് BJP സംസ്ഥാന എക്സിക്യൂട്ടീവ് അവിടെ തുടങ്ങാൻ പോകുന്നു. സംസ്ഥാനത്തിന് ചുമതലയുള്ള നേതാവിനോട് അവിടെ എത്താൻ പാർട്ടി തന്നെ നിർദ്ദേശിച്ചിരിക്കുന്നു. ഡൽഹിയിൽ JP നദ്ദയും അമിത്ഷായും ഒക്കെ നടത്തുന്ന കൂടിക്കാഴ്ചകൾ, ഒപ്പം നിതീഷ് കുമാറിന്റെ ബീഹാറിലെ നീക്കങ്ങൾ, MP മാരെയും MLA മാരെയും വിളിച്ചുകൂട്ടിക്കൊണ്ടുള്ള നീക്കം, അതൊരു മാറ്റത്തിന്റെ കൃത്യമായ സൂചനയായി വിലയിരുത്താറായോ? എന്താണ് ഏറ്റവും ഒടുവിലത്തെ കൃത്യമായി നമുക്ക് പറയാൻ കഴിയുന്ന വിവരങ്ങൾ? നോബിൾ. അവസാനഘട്ട ചർച്ചകളിലാണ് പാർട്ടികൾ ഉള്ളത് എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാവുന്നത്. പ്രധാനമായും ഇന്നിപ്പോൾ വൈകുന്നേരം തേജസ്വി യാദവ് അദ്ദേഹത്തിന്റെ വസതിയിൽ അദ്ദേഹത്തിന്റെ അനുയായികളെ വിളിച്ച് ഒരു യോഗം ചേർന്നിട്ട് സമാനമായ സമയത്ത് തന്നെ BJP നേതൃയോഗം ദില്ലിയിൽ ചേർന്നു എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതിൽ ദേശീയ അധ്യക്ഷൻ JP നദ്ദ, അമിത്ഷാ, ഒപ്പം ജനറൽ സെക്രട്ടറി BR സന്തോഷ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു എന്നാണ് ആ യോഗത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. ആ യോഗത്തിലും ഈ ബീഹാറിലെ രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ് ചർച്ച ചെയ്തത്. അതോടൊപ്പം തന്നെ BJPയുടെ സംസ്ഥാന നേതൃയോഗം നാളെ വൈകിട്ട് ചേരുന്നുണ്ട്. അതേസമയം നാളെ തന്നെ കോൺഗ്രസ് MLA മാരുടെ യോഗവും അവിടെ വിളിച്ചിട്ടുണ്ട്. കോൺഗ്രസ് MLA മാരിൽ 19-ൽ 10 പേർ BJPയോട് അടുക്കുന്നു എന്ന വാർത്തകൾ ഇതിനോടൊപ്പം തന്നെ പുറത്തു വന്നിരുന്നു. എന്താണെങ്കിലും ആ വാർത്തകളെ അവിടുത്തെ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ തള്ളുകയാണ്. അദ്ദേഹം ഷക്കീൽ അഹമ്മദ് ഖാൻ വ്യക്തമാക്കുന്ന അത്തരത്തിലുള്ള നീക്കങ്ങൾ ഒന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. എന്താണെങ്കിലും BJP ഇത്തരത്തിൽ കോൺഗ്രസ് MLA മാരെ കൂടി ഒപ്പം നിർത്താൻ ശ്രമം നടത്തുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള നീക്കം കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. നാളെ 2 മണിക്ക് കോൺഗ്രസ് MLA മാരുടെ യോഗം വിളിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ നിതീഷ് കുമാർ നിർണായക യോഗം വിളിച്ചിരിക്കുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കാണ്. മുഴുവൻ MLA മാരോടും MP മാരോടും പട്നയിൽ എത്താനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അന്ന് നിതീഷ് കുമാർ എന്തായിരിക്കും അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉള്ളത് എന്ന് പൂർണ്ണമായും MLA മാരോടും MP മാരോടും പറയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്താണെങ്കിലും നിലവിൽ വരുന്ന വാർത്തകൾ പ്രകാരം നിതീഷ് കുമാർ NDAയോട് കൂടുതൽ അടുത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. മുഖ്യമന്ത്രി അദ്ദേഹം തുടരുകയാണെങ്കിൽ പിന്നെ അതിൽ മറ്റു പ്രതിസന്ധികളൊന്നും ആ സഖ്യ രൂപീകരണത്തിലോ അല്ലെങ്കിൽ പുതിയ സർക്കാർ രൂപീകരണത്തിലോ ഉണ്ടാകാൻ ഇടയില്ല എന്നാണ് അറിയുന്നത്. എന്താണെങ്കിലും നിതീഷ് കുമാറിന്റെ ഒരു മനസ്സ് അദ്ദേഹം പാർട്ടി പ്രവർത്തകരോട് പറയുക അത് ഞായറാഴ്ചയായിരിക്കും. ഒരുപക്ഷെ അതിനുശേഷം മറ്റു നീക്കങ്ങൾ, ഒരുപക്ഷെ ഞായറാഴ്ച തന്നെ രാജിവെക്കുക അല്ലെങ്കിൽ അതിന് മുമ്പ് രാജിവെക്കുകയോ ചെയ്യാനുള്ള സാഹചര്യങ്ങളും എന്താണെങ്കിലും ഉണ്ട്. ഔദ്യോഗിക പരിപാടികൾ പൂർണ്ണമായും മുഖ്യമന്ത്രി ഒഴിവാക്കിയിരിക്കുന്നു ഞായറാഴ്ച വരെ എന്നുള്ളതും ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതാണ്. എന്താണെങ്കിലും ബീഹാറിലെ രാഷ്ട്രീയം പൂർണ്ണമായും ഇളകി മറിയുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ലാലു പ്രസാദ് യാദവിന്റെ നീക്കങ്ങൾ എന്താണ്? ഇപ്പോൾ തേജസ്വിയും യോഗങ്ങൾ വിളിച്ച ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. മറുഭാഗത്തു നിന്ന് 8 പേർ, അത് ഷുവർ ബെറ്റ് ആണ് എന്ന ഒരു ആത്മവിശ്വാസം ലാലു പ്രസാദ് യാദവിന് ഇന്ന് രാവിലെ ഉണ്ടായിരുന്നു. അതേ ആത്മവിശ്വാസം ഇപ്പോഴും ഉണ്ടോ? അതോ 8-നെ പിടിച്ചു നിർത്താൻ നിതീഷിനും JDUവിനും കഴിയുന്ന ഒരു സാഹചര്യമാണോ? 10 അടർത്തുമ്പോൾ 8 ഇപ്പുറത്തു നിന്ന് നടത്തുക എന്ന ഒരു ഫോർമുല അവിടെ രൂപപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടല്ലോ. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്ര എത്തുന്നതും 29-ാം തീയതി തന്നെയല്ലേ ബീഹാറിൽ? അതേ ദിവസം തന്നെ ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട നിതീഷിനെ തന്നെ അടർത്തുക, അതാണോ അമിത്ഷായുടെ ലക്ഷ്യം? സുജയ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇന്റർ കണക്ട് ആയിട്ട് നിൽക്കുകയാണ്. കാരണം നേരത്തെ തന്നെ ഈ ലാലു പ്രസാദ് യാദവിന്റെ ഭാഗത്തേക്ക് RJD ഒരുപക്ഷം MLA മാർ സ്വാധീനമുണ്ട്. അത്തരത്തിൽ അവരുടെ നീക്കങ്ങൾ അങ്ങോട്ട് ഉണ്ട് എന്ന് റിപ്പോർട്ടുകൾ ഉണ്ടാകുന്നതിന് പിന്നാലെയാണ് ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് നിതീഷ് കുമാർ മടങ്ങിയെത്തുന്നത്. അതിനു പിന്നാലെ ഇപ്പോൾ ഈ നീക്കം ഉണ്ടാകുന്നു. ഇത്തരത്തിൽ MLA മാർ കുറച്ചുപേർ ലാലു പ്രസാദ് യാദവിനൊപ്പം JDU പോകും എന്ന റിപ്പോർട്ടുകൾ ഉള്ളതിന് പിന്നാലെയാണ് കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് 10 MLA മാർ BJPക്കൊപ്പം ചർച്ചകളിലേക്ക് പോകുന്നു എന്ന റിപ്പോർട്ടുകൾ വന്ന് ഇവിടെ 8 കുറഞ്ഞാലും അവിടെ 10 കൂടെ നിർത്താൻ നീക്കം എന്താണെങ്കിലും BJPയുടെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട് എന്നത് വ്യക്തമാണ്. പ്രത്യേകിച്ച് ഈ അയോധ്യ ഉൾപ്പെടെയുള്ള സമയത്ത് കോൺഗ്രസ് എടുത്ത നിലപാടുകളിൽ രാജ്യത്ത് പലയിടത്തും കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. സ്വന്തം നിലനിൽപ്പ് പോലും അത്തരത്തിൽ പ്രതിസന്ധിയിലാകും എന്നൊരു വിലയിരുത്തൽ നേതാക്കൾക്കുമുണ്ട്. എന്താണെങ്കിലും ആ ഒരു പ്രതിഫലനം ഈ ചർച്ചകളിൽ ഉണ്ടാകുമോ എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ ആരാണ് ഈ 10 MLA മാരെ BJPയുമായി ബന്ധിപ്പിക്കുന്ന ഘടകം എന്നതിനെക്കുറിച്ച് ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. പക്ഷേ എന്താണെങ്കിലും അത്തരത്തിൽ നീക്കങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അതിനെ പ്രതിരോധിക്കാനാണ് ഇപ്പോൾ കോൺഗ്രസ് നാളെ 2 മണിക്ക് MLA മാരുടെ യോഗം വിളിച്ചിരിക്കുന്നത്. അതേസമയം രാഹുൽ ഗാന്ധിയുടെ യാത്ര 29 എത്തുമെന്നാണ് നേരത്തെ പറഞ്ഞത്. പക്ഷേ 30-ാം തീയതിയിലേക്ക് മാറാനുള്ള സാധ്യത എന്താണെങ്കിലും ഈ ഘട്ടത്തിൽ കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധി എത്തുമ്പോൾ തന്നെ സംസ്ഥാനത്ത് സർക്കാർ പൂർണ്ണമായും തകരുകയാണെങ്കിൽ, പ്രത്യേകിച്ച് മഹാഗഠബന്ധൻ എന്ന് പറഞ്ഞുകൊണ്ട് കൊട്ടിക്കോഴിച്ചുണ്ടാക്കിയ സർക്കാരാണ് ഈ സർക്കാർ. ഈ സർക്കാർ തകരുകയാണെങ്കിൽ അത് തീർച്ചയായും രാജ്യം മുഴുവൻ വലിയ രീതിയിൽ തന്നെ അതിലൊരു പ്രകമ്പനം ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലേക്ക് പോകും എന്ന് ഉറപ്പാണ്. എന്താണെങ്കിലും നിലവിൽ അണിയറയിൽ വലിയ നീക്കങ്ങൾ തന്നെയാണ് നടക്കുന്നത്. ആ നീക്കങ്ങൾ കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും ഒട്ടും ശുഭകരമല്ല എന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് ഈ രാത്രി നമുക്ക് നൽകുവാനുള്ളത്. അടിക്കടി മീറ്റിംഗുകൾ ചേരുന്നുണ്ടെങ്കിൽ പോലും കാര്യങ്ങൾ ഇപ്പോൾ തന്നെ BJPയുടെ ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. എന്താണെങ്കിലും നിതീഷ് കുമാർ ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിൽ തന്നെയാണ് ഉള്ളത്. പക്ഷേ നാളെ അത് ഉണ്ടാകുമോ എന്ന് ഉറപ്പ് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയാത്ത രീതിയിലാണ് കാര്യങ്ങൾ ചേർന്നാലും നിതീഷ് ഏതായാലും ഇപ്പോൾ ഇന്ത്യ മുന്നണിയിൽ നിന്ന് വിട്ടുപോയി എന്നുള്ള കാര്യം RJD തന്നെ ഇപ്പോൾ അത് അംഗീകരിക്കുന്നുവെന്ന യാഥാർത്ഥ്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. You are watching Reporter Evening Show.